ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നവരാണോ നിങ്ങൾ? ഒരു സംഭവമുണ്ട്. സ്റ്റീഫൻ ആർ കോവിന്റെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്കിൽ ഒരു ടൈം മാനേജ്മെന്റ് ടൂളിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അർജന്റ് ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ്. സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതായത് 4 ക്വാഡ്രൻസ്: അർജന്റ്, നോട്ട് അർജന്റ്, ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് തിരിച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടാസ്കുകൾ വരുന്ന ഒരു ക്വാഡ്രന്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഇന്ന് പ്രയത്നിക്കണം. കാരണം അത് ഇമ്പോർട്ടൻറ്റും അർജന്റുമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നതെന്ന് പറയുന്നത് നമുക്കൊന്നും കൂടെ ലോങ് ടൈമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടാസ്കുകളായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അത് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും മതി. കാരണം അത് അർജന്റ് അല്ല, പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. നമ്മളെ ഒരുപാട് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡ് ക്വാഡ്രന്റിലെ ടാസ്കുകൾ. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ടാസ്കുകളാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നു, ഇപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ റിപ്ലൈ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല. ഈ നാലാമത്തെ ക്വാഡ്രന്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ടാസ്കുകളാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങൾ ഈ റീൽ കാണുന്നു, അർജന്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ ശരിക്കും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ടാസ്ക് ഹൈ പ്രയോറിറ്റി കൊടുത്ത് ചെയ്ത് തീർക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിലെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നടപ്പിലാക്കുക, കാരണം അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടാസ്കുകളായിരിക്കും. തേർഡ് ക്വാഡ്രന്റിലെ ടാസ്ക് എന്ന് പറയുന്നത് ലോ പ്രയോറിറ്റൈസ് ചെയ്യുക, ഒരുപാട് താമസിച്ച് മാത്രം ആ ടാസ്കുകൾ ഏറ്റെടുക്കുക. ഫോർത്ത് ക്വാഡ്രന്റിലെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടും ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി സ്ക്രോളിംഗ്.